ഹലോ ഓൾ, നമ്മളിന്ന് ബിൽഡിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. IELTS സ്പീക്കിങ്ങിൽ വി ക്യാൻ എക്സ്പെക്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് അല്ലേ? അപ്പോൾ കോമൺ ആയി IELTS സ്പീക്കിങ്ങിൽ കണ്ടുവരാറുള്ള ഒരു ടോപ്പിക്കാണ് ബിൽഡിങ്സ്. സോ ബിൽഡിങ്സുമായി ബന്ധപ്പെട്ട് IELTS സ്പീക്കിങ്ങിൽ വരാറുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം IELTS സ്പീക്കിങ്ങിൽ നമ്മൾ ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി അല്ലെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്കോറിനെ അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. എന്താണ് ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി? നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിലെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കുമായി ഡയറക്റ്റ് ബന്ധമുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടാവും. അതുമായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വാക്കുകൾ, അതാണ് ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി അല്ലെങ്കിൽ കീവേഡ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിൽഡിങ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ്സ് ഏതൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. IELTS സ്പീക്കിംഗ് ഹാസ് 3 parts: ഇൻട്രൊഡക്ഷൻ, ക്യൂ കാർഡ് ആൻഡ് ഡിസ്കഷൻ. ഈ 3 ഭാഗങ്ങളിലും നമുക്ക് ബിൽഡിങ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ബിൽഡിങ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷനിൽ ആസ് യു നോ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് സാധാരണ കാണാറുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വാട്ട് കൈൻഡ് ഓഫ് ബിൽഡിംഗ് ഡു യു ലിവ് ഇൻ, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ബിൽഡിങ്സ് ആർ പോപ്പുലർ ഇൻ യുവർ കൺട്രി. അങ്ങനെ നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് മീ ട്രൈ ആൻസർ one question in the introduction part. So this is a question: which kinds of buildings are popular in your country? I live in India and one can see a variety of buildings here, from residential homes or villas to large commercial properties. People construct a lot of different kinds of buildings. Yes. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബിൽഡിങ്സുമായി ആ ഒരു ടോപ്പിക്കുമായി ഡയറക്റ്റ് ബന്ധമുള്ള കുറച്ച് വാക്കുകൾ. ഫോർ എക്സാമ്പിൾ, റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, വില്ലാസ്, ഹോംസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ്. ഇതൊക്കെ എന്താണ്? ബിൽഡിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ മറ്റൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലെറ്റ്സ് സേ മ്യൂസിക് എന്നൊക്കെ പറയുന്നൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാക്കുകളൊന്നും ആ ടോപ്പിക്കിൽ ഡയറക്റ്റ് ബന്ധത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് നമ്മൾ ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി അല്ലെങ്കിൽ കീവേഡ്സ് എന്നും ഉള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ a question from part 2. പാർട്ട് 2, അതായത് ക്യൂ കാർഡിലും നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡിങ്സുമായി ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ പാർട്ട് 2 ക്യൂ കാർഡിൽ വരുന്ന ഒരു ബിൽഡിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കണ്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്ത ഒരു ബിൽഡിംഗ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധാരണ നമുക്ക് IELTS സ്പീക്കിങ്ങിൽ ചോദിക്കാറുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ആർക്കിടെക്ചർ and I haven't visited a lot of architectural wonders. But one construction that really impressed me is the Lulu shopping mall situated at Kochi, near to where I live currently. I have visited this mall multiple times, but each time I would find something new there. As the building is so huge and spacious, it's easy for someone like me to get lost. The interesting thing about this mall is there is something for everyone. I'm a person who loves to read, and the Crosswords bookshop is the first stop for me there. But if you prefer to eat, for example, savory, juices or ice creams, you can find multiple options there. Along with that, there is a huge play area for children and adults there. I think families spend quality time there. Speaking of the architecture, it's very contemporary and I would say stylish. The interior decoration is truly fantastic because of all the expensive lights and marbles. It must have cost more than 1 crore, I think. People all over our state visit this mall on a regular basis because this was the first Lulu mall opened in Kerala. I remember being excited to see it as a kid when it opened. Now that I'm a regular visitor there, but I haven't lost my excitement yet. It's a fun place to be and there is a lot to see, explore and shop there. It's a multi-storied building with 3 floors and is a large structure.
The fact that impressed me so much is that they change the decoration inside often to match with the changing seasons and occasions. For example, during the time of holy celebrations, they decorate it with colorful lights and hangings. When it was Onam, I remember the mall was full of flowers and Kerala-themed illustrations. That's pretty cool, I think. Overall, it's a place worth visiting. So part 2 ക്യൂ കാർഡിലും നമുക്ക് ലെങ്തി ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുമ്പോഴും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു യൂസ് ലോട്ട് ഓഫ് ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി. പിന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ലോകത്ത് ഇത്രയേറെ ബിൽഡിങ്സ് ഉണ്ടായിട്ടും നമ്മൾ കണ്ട് ഇംപ്രസ് ചെയ്തൊരു ബിൽഡിംഗ് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ലുലു മോൾ പറഞ്ഞതെന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ലുലു മോളാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ ഒരു ബിൽഡിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തുള്ളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീടൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. സോ നമ്മൾ വെറുതെ ഇത് വേണ്ട, കുറച്ചുകൂടെ ഒരു നല്ല ബിൽഡിംഗ് പറയാം എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെയുള്ള 1 minute പ്രിപ്പറേഷൻ ടൈം മുന്നോട്ട് പോയിട്ടുണ്ടാകും. സോ നമുക്ക് നമ്മളുടെ സെൻറ്റൻസസും ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ശ്രദ്ധിക്കാനുള്ളൊരു ടൈം അവിടെ കിട്ടണമെന്നില്ല. സോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ബിൽഡിംഗ്, അതിപ്പോൾ ലുലു മോൾ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം വീടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ താജ്മഹൽ ആയാലും നിങ്ങളുടെ സ്കോറിനെ അതൊട്ടും ബാധിക്കാൻ പോകുന്നില്ല. അതൊരു ബിൽഡിംഗ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ, അത് ഏത് ബിൽഡിംഗ് ആയാലും അതെടുത്തിട്ട് ആ ഒരു ഐഡിയനെ ഇലാബറേറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി അല്ലെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്യാനായി ശ്രദ്ധിക്കുക. സോ നൗ നമുക്ക് പാർട്ട് 3യിലേക്ക് പോവാം. പാർട്ട് 3 അഥവാ ഡിസ്കഷനിലും നമുക്ക് ബിൽഡിങ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള, നമ്മൾ പേഴ്സണലി അല്ല, കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. അപ്പോൾ അവിടെ പാർട്ട് 3യിൽ വരാൻ സാധ്യതയുള്ള ഒരു ബിൽഡിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡു യു തിങ്ക് ദി ഗവൺമെൻറ്റ്സ് ഷുഡ് പ്രിസർവ് ഓൾഡ് ബിൽഡിങ്സ്? Yes and no. You see, there might be some old buildings which are too ancient and stand useless in very rushy places. They really are an inconvenience and can be demolished or renovated to create more revenue. But some old places should be preserved as they are so beautiful in terms of architecture and stand as a symbol of our culture and history, like the Taj Mahal. സോ ഈ ഒരു ആൻസറിലും നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഏൻഷ്യൻറ്റ് അല്ലെങ്കിൽ പ്രിസർവ്, റെനോവേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബിൽഡിങ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ് ഓഫ് കീവേഡ്സ് അല്ലേ? സോ ബിൽഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദർ ആർ എ ലോട്ട് ഓഫ് കീവേഡ്സ്. അതിൽ കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങളും കൂടുതൽ ടോപ്പിക്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ കൂടുതലായി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഈസ് ജസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് യുവർ സ്കോർ ഇൻ IELTS സ്പീക്കിംഗ്. പിന്നെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് IELTS സ്പീക്കിങ്ങിൽ ഒരുപാട് ടോപ്പിക്സ് വരാം. ഫോർ എക്സാമ്പിൾ ബിൽഡിങ്സ്, ഇത് ആക്ച്വലി എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ്. സോ സ്പീക്കിങ്ങിൽ വരുന്ന ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. നമുക്ക് ചിലപ്പോൾ വളരെയേറെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഇതുപോലെയുള്ള ബിൽഡിങ്സ് പോലുള്ളൊരു ടോപ്പിക്കും വരാം. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ ആ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൊക്കാബുലറിയും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അതേസമയം നമുക്ക് വളരെ താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കാണെങ്കിൽ നമ്മൾ സാധാരണ അതിനത്ര ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. സോ IELTS സ്പീക്കിങ്ങിലെ പ്രത്യേകത, നമുക്ക് ഒരു വാസ്റ്റ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ടോപ്പിക്ക് വരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടേക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഓരോ ടോപ്പിക്കുമായിട്ടും ബന്ധപ്പെട്ട വാക്കുകൾ നമ്മളുടെ ആൻസേഴ്സിൽ ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ വേർഡ്സ് യൂസ് ചെയ്ത് ആൻസേഴ്സ് ഫ്രെയിം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.